ഹായ് ഫ്രണ്ട്സ്, സിവിൽ ടെക് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോസിൽ LSTD ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്ന ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ 161/2040 ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ എക്സ്പ്ലനേഷനുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ലാസ്റ്റ് പാർട്ടാണ്, പാർട്ട് 3 വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: The branch of survey in which the horizontal and vertical distance are determined by angular observation with a tachymeter. ഒരു ടാക്യോമീറ്റർ ഉപയോഗിച്ച് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് നമ്മൾ ആംഗുലാർ ഒബ്സർവേഷനിൽ കൂടിയാണ് ഡിറ്റർമിൻ ചെയ്യുന്നതെങ്കിൽ ആ ബ്രാഞ്ച് ഓഫ് സർവേയിങ്ങിനെ വിളിക്കുന്ന പേരാണ് ടാക്യോമെട്രി. ടാക്യോമെട്രി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. D = F/I × S + F + D. F/I ഡിനോട്ട് ചെയ്യുന്ന K ആണ്, അത് മൾട്ടിപ്ലൈങ് കോൺസ്റ്റന്റ്. യൂഷ്വലി അതിന്റെ വാല്യൂ 100 ആണ് എടുക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് F + D എന്ന് പറയുന്നത്. F + D എന്ന് പറഞ്ഞാൽ അതിന്റെ അഡിറ്റീവ് കോൺസ്റ്റന്റ് ആണ്. യൂഷ്വലി അതിന്റെ വാല്യൂസ് എടുക്കുന്നത് 0 ആയിട്ടാണ്. For residential building, the maximum pitch of stair. പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആ സ്റ്റെയറിന്റെ ഇൻക്ലിനേഷനും ഹൊറിസോണ്ടലും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ്. അത് യൂഷ്വലി റേഞ്ച് ചെയ്യുന്നത് 30 to 45 ആണ്. സോ മാക്സിമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ 45 വരും. In public water supply project, the coagulation is to be adopted when turbidity of water exceeds. നമ്മൾ പബ്ലിക് വാട്ടർ സപ്ലൈസിൽ വെള്ളത്തിന്റെ ടർബിഡിറ്റി ഒരു പർട്ടിക്കുലർ റേഞ്ച് കൂടിയാൽ മാത്രമാണ് കൊയാഗുലേഷൻ പ്രോസസ്സ് അഡോപ്റ്റ് ചെയ്യുന്നത്. ആ റേഞ്ച് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിന്റെ വാല്യൂ ആണ് 40 ppm. On the basis of population more than 3 lakh, the city is known as. KPSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. The method of cleaning of rapid sand filters. Rapid sand filters clean ചെയ്യുന്ന മെത്തേഡ് ആണ് agitation and backwashing എന്ന് പറഞ്ഞ. Temporary hardness is due to the presence of. ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും അയോണുകളുടെ പ്രസൻസ് വെള്ളത്തിൽ ഉണ്ടാകുമ്പോഴാണ് അത് ഹാർഡേൺ ആവുന്നത്. ഹാർഡ്നെസ് രണ്ട് രീതിയിലുണ്ട്, ടെമ്പററി ഹാർഡ്നെസ്സും ഉണ്ട്, പെർമനന്റ് ഹാർഡ്നെസ്സും ഉണ്ട്. ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അയോണുകളുടെ ബൈകാർബണേറ്റ്സോ കാർബണേറ്റ്സോ ഉണ്ടെങ്കിൽ അവിടെയാണ് ടെമ്പററി ഹാർഡ്നെസ് ഉണ്ടാകുന്നത്. അതേപോലെ പെർമനന്റ് ഹാർഡ്നെസ് ഉണ്ടാവണമെങ്കിൽ ഈ അയോണിന്റെ നൈട്രേറ്റ്, സൾഫേറ്റ്സ്, ക്ലോറൈഡ്സ് അതിന്റെ പ്രസൻസ് ആണ്. സോ ഇവിടെ ടെമ്പററി ഹാർഡ്നെസ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. അതിന് കാരണം മെയിൻലി മഗ്നീഷ്യമോ കാൽഷ്യത്തിന്റെയോ കാർബണേറ്റ്സോ ബൈകാർബണേറ്റ്സിന്റെ പ്രസൻസ് ആണ്. സോ അവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, മഗ്നീഷ്യം ബൈകാർബണേറ്റ്സ്. മെത്തേഡ് ഓഫ് റിമൂവിംഗ് പെർമനന്റ് ഹാർഡ്നെസ്. ഫസ്റ്റ് ഓഫ് ഓൾ പെർമനന്റ് ഹാർഡ്നെസ് പറഞ്ഞ മഗ്നീഷ്യത്തിന്റെയും കാൽഷ്യത്തിന്റെയും നൈട്രേറ്റ്സ്, ക്ലോറൈഡ്സ്, സൾഫേറ്റ്സ് ഇതിന്റെ പ്രസൻസ് വെള്ളത്തിൽ ഉണ്ടാകുമ്പോഴാണ് പെർമനന്റ് ഹാർഡ്നെസ് ഉണ്ടാവുന്നത്. അതിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന 3 പ്രോസസ് ആണ് മെയിൻലി: സിയോലൈറ്റ് അല്ലെങ്കിൽ അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ്, ലൈം സോഡ പ്രോസസ്സ്, ഡീമിനറലൈസേഷൻ. ഇതൊക്കെയാണ് പെർമനന്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്. അതേപോലെ ടെമ്പററി ആണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്നതാണ് ബോയിലിംഗ്, ആഡിങ് ലൈം, അതൊക്കെ. അപ്പൊ ഇവിടെ തന്നെ ഓൾറെഡി ആൻസർ കിട്ടും. ഡീമിനറലൈസേഷൻ പ്രോസസ് ആണ് പെർമനന്റ് ഹാർഡ്നെസ് ഒരു വെള്ളത്തിലുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്. The system of layout or distribution pipe, one main supply from which submains are taken. Layout or distribution system 4 ആയിട്ട് നമുക്ക് തിരിക്കാം. ഫസ്റ്റ് വൺ ആണ് ഗ്രിഡ് അയൺ അല്ലെങ്കിൽ റെക്ടിക്കുലർ സിസ്റ്റം. ഇതിന്റെ പ്രത്യേകത റെക്ടാംഗുലർ പ്ലെയിൻസിലായിട്ടുള്ള ലേഔട്ട് ആണെങ്കിൽ അവിടെ സൂട്ടബിൾ ആകുന്ന ടൈപ്പ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഗ്രിഡ് അയൺ അല്ലെങ്കിൽ റെക്ടിക്കുലർ സിസ്റ്റം. നെക്സ്റ്റ് വൺ ആണ് റിംഗ്. റിംഗ് എന്ന് പറയുന്ന മെയിൻ പൈപ്പ് ആ ഏരിയ മുഴുവനും റൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ആണ് സർക്കുലർ അല്ലെങ്കിൽ റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വൺ ആണ് റേഡിയൽ മെത്തേഡ്. റേഡിയൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് ഏരിയ നമ്മൾ സോണുകളായിട്ട് ഡിവൈഡ് ചെയ്യും. എന്നാൽ ആ ഓരോ ഈച്ച് സോണിലും ഒരു ഡിസ്ട്രിബ്യൂഷൻ റിസർവോയർ വീതം കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് റേഡിയൽ സിസ്റ്റം. ആൻഡ് അറ്റ് ലാസ്റ്റ് വൺ ആണ്
ഡെഡ് എൻഡ് അല്ലെങ്കിൽ ട്രീ സിസ്റ്റം. പ്രത്യേകത ഓൾഡ് ടൗൺസ് അൺപ്ലാൻഡ് സിറ്റീസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഡിസൈൻ ചീപ്പും സിമ്പിളുമായിട്ടൊരു മെത്തേഡാണ്. നമ്മുടെ ഇന്ത്യയിലൊക്കെ ഈ ടൈപ്പ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ട്രീ സിസ്റ്റം ആണ്. ബിക്കോസ് ഒരു മെയിൻ സപ്ലൈ കാണും, അതിൽ നിന്നുമാണ് സപ്ലൈൻസ് എന്ത് ചെയ്യുന്നത്, വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. സോ അതാണ് ആൻസർ, ട്രീ സിസ്റ്റം. The automatic device which allows the water to go in one direction only. Answer ആണ് റിഫ്ലെക്സ് വാൽവ്. റിഫ്ലെക്സ് വാൽവ്, ചെക്ക് വാൽവ്, നോൺ റിട്ടേൺ വാൽവ്, അങ്ങനെ പല പേരിലും ഇത് അറിയപ്പെടും. ഇതിന്റെ പ്രത്യേകത ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ വെള്ളത്തെ അലൗ ചെയ്യത്തുള്ളൂ. സോ അതാണ് ഈ ടൈപ്പ് വാൽവുകളുടെ പ്രത്യേകത. The system of carrying sewage through sewer. സീവറിൽ കൂടെ സീവേജിനെ കൊണ്ടുപോകുന്ന ആ സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് സിവറേജ്. The slope structure for negotiating the changes in the different flows by vehicle or passengers. ഫ്ലോ ടു ഫോൾഡ് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്ലോപ്പ് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് റാംസ്. സാധാരണ ഹോസ്പിറ്റൽസിലൊക്കെയാണ് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത്. The technique of providing a new foundation below the existing one without endangering the stability. Answer underpinning. ഒരു പുതിയ ഫൗണ്ടേഷൻ നമ്മൾ ഓൾറെഡി എക്സിസ്റ്റഡ് ആയിട്ടുള്ള ഫൗണ്ടേഷന് പ്രൊവൈഡ് ചെയ്യണം. എന്തിനാണ്? കുറച്ചുകൂടി സ്ട്രെങ്തും സ്റ്റെബിലിറ്റിയും കൂട്ടാൻ വേണ്ടി. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് അണ്ടർപിന്നിങ്. ഇനി നെക്സ്റ്റ് വൺ ആണ് സ്കാഫോൾഡിങ്. സ്കാഫോൾഡിങ് എന്ന് പറഞ്ഞാൽ സാധാരണ വർക്ക്മാൻസ്, മെറ്റീരിയൽസ്, അതിന്റെ അപ്ലയൻസസ് ഒക്കെ വെക്കാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് ഈ സ്കാഫോൾഡിങ് എന്ന് പറഞ്ഞാൽ. ഒരു ടെമ്പററി സ്ട്രക്ചർ ആണ്. ഒരു ഗ്രേറ്റർ ദാൻ 1.5 മീറ്റർ ഒക്കെ ഹൈറ്റ് വരുന്ന സ്ഥലങ്ങളിലാണ് അവിടെ വെച്ച് വർക്ക് ചെയ്യാനും വർക്ക്മാൻസിന് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് സ്കാഫോൾഡിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്നുള്ളതാണ് ഷോറിംഗ്. ഷോറിംഗ് എന്ന് പറയുന്നത് അൺസേഫ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിനെ ടെമ്പററി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെമ്പററി സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ഷോറിംഗ്. The headroom for a staircase should not be less than. ഹെഡ്റൂം എന്ന് പറഞ്ഞാൽ സാധാ കൊടുക്കുന്നത് 2.1 ആണ്, അതിൽ കുറയാൻ പാടില്ല. Which of the following constituent in the earth prevents the shrinkage of bricks? ബ്രിക്സിലെ ഷ്രിങ്കേജിനെ പ്രിവെന്റ് ചെയ്യുന്ന ഇൻഗ്രീഡിയന്റ് ആണ് ലൈം. അലൂമിന എന്ന് പറയുന്നത് ബ്രിക്കിൽ പ്ലാസ്റ്റിസിറ്റി ഇമ്പാർട്ട് ചെയ്യും. സിലിക്ക ഒരു യൂണിഫോം ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യിപ്പിക്കും. അയൺ ഓക്സൈഡ് റെഡ് കളർ ബ്രിക്കിന് ഇമ്പാർട്ട് ചെയ്യും. Which one of the following cement is preferably used for mass concreting work? മാസ് കോൺക്രീറ്റിംഗ് വർക്ക് ലൈക്ക് ഡാമിന്റെ കൺസ്ട്രക്ഷൻ, ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സിമെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ലോ ഹീറ്റ് സിമെന്റ്. ഈ ഓപ്ഷൻ ഉള്ളതാണ് ക്യുക്ക് സെറ്റിംഗ് സിമെന്റ്. എന്റെ പ്രത്യേകത ജിപ്സത്തിന്റെ എമൗണ്ട് കുറച്ചുകൊണ്ട് അലൂമിനിയം സൾഫേറ്റിന്റെ എമൗണ്ട് കൂടുതലാക്കി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ടൈപ്പ് സിമെന്റ് ആണ് ഈ ക്യുക്ക് സെറ്റിംഗ് സിമെന്റ്. സാധാരണ ഇത് റണ്ണിങ് വാട്ടർ അല്ലെങ്കിൽ സ്റ്റാറ്റിക് വാട്ടറിലായിരിക്കും ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഹൈ അലൂമിന സിമെന്റ്. ഹൈ അലൂമിന സിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോസ്റ്റൽ റീജിയൻസിൽ, കോസ്റ്റൽ ഏരിയാസിൽ കൂടുതലും ഉപയോഗിക്കുന്ന ഏത് സിമെന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈ അലൂമിന സിമെന്റ് ആണ്. The sand passing through a sieve with a clear opening 1.588 mm. സാൻഡിന്റെ ക്ലാസിഫിക്കേഷനെ ഫൈൻ സാൻഡ്, കോസ് സാൻഡ്, ഗ്രാവലി നമുക്ക് തിരിക്കാം. ആൻഡ് അതിന്റെ പാസ് ചെയ്യുന്ന സൈസ് അതാണ് മെയിൻ നോക്കേണ്ടത്. ഫൈൻ സാൻഡ് ആണ് എങ്കിൽ 1.588 mm ആണ്. കോസ് സാൻഡ് 3.175 mm, ഗ്രാവലി 7.62 mm. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആ ക്ലിയർ ഓപ്പണിംഗ് 1.588 mm ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഫൈൻ സാൻഡ്. For a M50 grade concrete, the compressive strength of a 150 mm cube up to 28 days in Newton per mm square. ഈ M50 എന്ന് പറയുന്ന റെപ്രസെന്റ് ചെയ്യുന്ന M മിക്സ് ഡിസൈൻ ആണ്. 50 അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് എ കോൺക്രീറ്റ് അപ് ടു 28 ഡേയ്സ് ഓഫ് ക്യൂറിംഗ്. ആ 28 ഡേയ്സിന് ശേഷം കിട്ടുന്ന ആ ഒരു സ്ട്രെങ്ത് ആണ് 50 വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ അത് തന്നെയാണ് അപ്പം ആൻസർ വരുന്നത് 50 Newton per mm square. Footing which support 2 or more column.
രണ്ടോ അതിൽ കൂടുതലോ ഗോളത്തെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫൂട്ടിംഗ് ആണ് കമ്പൈൻഡ് ഫൂട്ടിംഗ്. അത് തന്നെ രണ്ട് തരമുണ്ട്. റെക്ടാങ്കുലർ കമ്പൈൻഡ് ഫൂട്ടിംഗ് ഉണ്ട്, ട്രപ്പിസോഡൽ കമ്പൈൻഡ് ഫൂട്ടിംഗ്സ് ഉണ്ട്. The surface which is parallel to the spherical surface of the earth. എർത്തിന്റെ സ്പെറിക്കൽ സർഫസിന് പാരലൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സർഫസിനെ വിളിക്കുന്ന പേരാണ് എ ലെവൽ സർഫസ്. The bone in which alternative header and structure are laid to each cause, the facing and backing are of the same appearance. So answer double Flemish bond. ഫസ്റ്റ് ഓഫ് ഓൾ ഫ്ലെമിഷ് ബോണ്ട് എന്താ നോക്കാം. ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത് എവറി കോസിൽ ആൾട്ടർനേറ്റീവ്ലി ഹെഡർ ആൻഡ് സ്ട്രക്ചറുകൾ ഉണ്ടെങ്കിൽ അതിനെയാണ് ഫ്ലെമിഷ് ബോണ്ട്സ് എന്ന് പറഞ്ഞാൽ. അത് രണ്ടായിട്ട് തിരിക്കാം. സിംഗിൾ ഫ്ലെമിഷും ഉണ്ട്, ഡബിൾ ഫ്ലെമിഷും ഉണ്ട്. ഡബിൾ ഫ്ലെമിഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസിങ്ങും ബാക്കിങ്ങും നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫ്ലെമിഷ് അപ്പിയറൻസ് തന്നെയാണെങ്കിൽ അതിനെ ഡബിൾ ഫ്ലെമിഷ് എന്ന് വിളിക്കാം. സിംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത ഫേസിങ്ങും ബാക്കിങ്ങും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫേസിംഗ് ഫ്ലെമിഷും ബാക്കിംഗ് ഇംഗ്ലീഷ് ബോണ്ടുമാണ്. സോ അതാണ് സിംഗിൾ ഫ്ലെമിഷ് എന്ന് പറഞ്ഞത്. ഇനി ഓപ്ഷനിലുള്ളതാണ് ഇംഗ്ലീഷ് ബോണ്ട്. ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റും ഹെവിയർ ആയിട്ടുള്ള ലോഡിനെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബോണ്ടാണ് ഇംഗ്ലീഷ് ബോണ്ട്. പ്രത്യേകത എന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റ് കോസുകളിൽ ഹെഡറ സ്ട്രക്ചർ എന്നായിരിക്കും കൺസിസ്റ്റ് ചെയ്യുന്നത്. അതാണ് ഇംഗ്ലീഷ് ബോണ്ട്. ദ ഹൈയസ്റ്റ് പോയിന്റ് ഓഫ് ദ എക്സ്ട്രാഡോസ് ഓഫ് ആൻ ആർച്ച്. ആർച്ചിന്റെ ഏറ്റവും ഹൈയസ്റ്റ് പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ക്രൗൺ. ഇനി ആ ക്രൗണിൽ പ്രൊവൈഡ് ചെയ്യുന്ന വെഡ്ജ് ഷേപ്ഡ് മേസണറി യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് കീ സ്റ്റോൺ അഥവാ കീ. നെക്സ്റ്റ് വൺ ആണ് ഹൗച്ച്. ഹൗച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൗണിനും സ്ക്യൂബാക്കിനും ഇടയിലുള്ള ലോവർ ഹാഫ് പോർഷനെ വിളിക്കുന്നതാണ് ഹൗച്ച്. നെക്സ്റ്റ് റൈസ്. റൈസ് എന്ന് പറയുന്നത് സ്പ്രിംഗിങ് ലൈനിനും ഇൻട്രാഡോസിനും ഇടയിലുള്ള ആ വെർട്ടിക്കൽ ക്ലിയർ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് റൈസ്. The minimum clear height from a thread to the overhead construction. ത്രെഡും ഓവർഹെഡ് കൺസ്ട്രക്ഷനും തമ്മിലുള്ള ക്ലിയർ ഹൈറ്റിനെ വിളിക്കുന്ന പേരാണ് ഹെഡ് റൂം. സാധാരണ ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനകത്ത് 2.1 മീറ്റർ ആണ് ഹെഡ് റൂമിന്റെ ആ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞിരുന്നു നേരത്തെ ഒരു ക്വസ്റ്റിനകത്ത്. When soil reached maximum moisture content without the reduction in the volume of soil. Answer shrinkage limit. ഫിഗറിനകത്ത് shrinkage ലിമിറ്റ് കാണിച്ചിട്ടുണ്ട്. നമ്മൾ വാട്ടർ കണ്ടന്റ് എത്ര കുറച്ചാലും വോളിയം ഒരു കോൺസ്റ്റന്റ് ആയിട്ട് റിമൈൻ ചെയ്യുന്ന ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം അതിന്റെ ഏറ്റവും മാക്സിമം മോയ്സ്ചർ കണ്ടന്റിൽ ആ ഒരു പോയിന്റിനെ വിളിക്കുന്ന പേരാണ് shrinkage limit. The section in which the amount of reinforcement provided is less than what is required. First of all, സെക്ഷനെ ക്ലാസിഫൈ ചെയ്യുന്ന നോക്കാം. ബാലൻസ്ഡ്, അണ്ടർ റീഇൻഫോഴ്സ്ഡ്, ഓവർ റീഇൻഫോഴ്സ്ഡ്. ഫസ്റ്റ് ഓഫ് ഓൾ ബാലൻസ്ഡ് സെക്ഷൻ നോക്കാം. കോൺക്രീറ്റിലും സ്റ്റീലിലുമുള്ള മാക്സിമം പെർമിസിബിൾ വാല്യൂ ഒരേ സമയം റീച്ച് ചെയ്യുന്നതാണ് ഈ ബാലൻസ്ഡ് സെക്ഷനിൽ. അണ്ടർ റീഇൻഫോഴ്സ്ഡ് എന്ന് വെച്ചാൽ ബാലൻസ്ഡ് സെക്ഷനേക്കാളും പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ കുറവായിരിക്കും. ആ ഫിഗർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആക്ച്വൽ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് അപ്വേർഡ്സിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു പോയിട്ടുണ്ട്. സ്റ്റീൽ ആയിരിക്കും ഇതിൽ ആദ്യം പെർമിസിബിൾ വാല്യൂ റീച്ച് ചെയ്യുന്നത്. അതേപോലെ ഡിസൈൻ പർപ്പസിൽ ഈ അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷനിലായിരിക്കും ഡിസൈൻ ചെയ്യാറുള്ളത്. നെക്സ്റ്റ് വൺ ആണ് ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ. പ്രത്യേകത ബാലൻസ്ഡ് സെക്ഷനേക്കാളും പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ കൂടുതലായിരിക്കും ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷനിൽ. ഫിഗറിനകത്ത് ആക്ച്വൽ ന്യൂട്രൽ ആക്സിസ് ഡൗൺവേർഡ്സിലോട്ടേക്കാണ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ അപ്പൊ ആൻസർ എന്ത് വരും? അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ എന്ന് വരും. കാരണം റീഇൻഫോഴ്സ്മെന്റ് വേണ്ടതിനെക്കാട്ടിലും കുറച്ചാണ് നമ്മൾ ആ സെക്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷനുകൾ എന്നാണ് വിളിക്കുന്നത്. At constant temperature, the dash flowing through a conductor is directly proportional to the potential difference between its ends. Answer current. എപ്പോഴും V proportional to I ആണ്. V എന്ന് പറയുന്നത് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് എൻഡ് ആണ്. അതേപോലെ I എന്ന് പറയുന്നത് കറണ്ട് ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് V proportional to I when temperature is constant. And the last question, the definite height difference between two contour lines. രണ്ട് കോണ്ടൂർ ലൈനുകൾ തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് കോണ്ടൂർ ഇന്റർവൽ.
രണ്ട് കോണ്ടൂറുകൾ തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് ഹൊറിസോണ്ടൽ ഇക്വാലൻസ് എന്ന് വിളിക്കുന്നത്. സോ ഇത്രയാണ് LSTD ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്ന ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയറിന്റെ ഫുൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.